ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നേക്കാണ്. ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് കേട്ടോ നമ്മളിവിടെ പോയിട്ടുള്ളത്. ഒരു സൺഡേ ആണ്. സൺഡേ ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, അധികം തിരക്കൊന്നുമില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഇനാഗുറേഷൻ നടക്കാൻ പോകുന്ന ആ സ്ഥലം അങ്ങോട്ടൊക്കെ കാണാമെന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഇനി ഇനാഗുറേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ അങ്ങോട്ട് ആൾക്കാരെയൊക്കെ വിടുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു ദിവസം വന്നിട്ട് വ്ളോഗ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ 4 മണിക്കൊക്കെയാണ് കേട്ടോ എത്തിയത്. 4 മണിക്കൊക്കെ ആണെങ്കിലും നല്ല വെയിലുള്ള സമയമായിരുന്നു. മെയിനായിട്ട് നമ്മൾ മീൻ മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് വന്നത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മീനൊക്കെ മേടിക്കണം ആ ഒരു സമയം ഇനി രാത്രി 11 മണി കഴിയണം എന്നാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചിപ്പി ശങ്ക് അപ്പോൾ ദേ അവർ മീൻ പിടിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോഴേക്കും ഈ സമയത്തൊന്നും ഇനിയൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച ആയ കാരണം ഇനി എന്തായാലും 11 മണി കഴിയണം, രാത്രിയാവും. അപ്പോൾ അത്രയും സമയം നമ്മൾ നിന്നില്ല. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സീ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹമായിട്ട് നമ്മൾ നേരെ ഉസ്താദ് ഹോട്ടലിലേക്കാണ് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഹസ്ബൻഡ് നേരത്തെ വന്നിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ ചിലരുടെ ഫുഡ് ബ്ലോഗിലൊക്കെ ഈ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ ഫുഡൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ദേ ഉസ്താദ് ഹോട്ടലിൽ നിന്നൊക്കെ ഈ ടയറിലൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. നമ്മളിതേ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൊഞ്ച് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഞ്ചും പിന്നെ നെമ്മീനുമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കൊഞ്ചും നെമ്മീനും ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രൈ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പം, ഇടിയപ്പം, പൊറോട്ട അതൊക്കെ ഉണ്ട്. നമ്മൾ പൊറോട്ടയാണ് കഴിക്കാനായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ പൊറോട്ട കഴിച്ചിട്ട് കുറച്ച് നാളായി, അപ്പോൾ അങ്ങനെ പൊറോട്ട ചൂസ് ചെയ്തു. പിന്നെ അപ്പം ഇതാണ് നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. കൊഞ്ച് നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ. ഞാൻ ഇത്രയും വലിപ്പമുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സുലൈമാനി, അവിടുത്തെ സ്പെഷ്യലാണ്, സുലൈമാനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 അപ്പ്. ഇത് ഇത്രയാണ് നമ്മൾ ഫുഡിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെമ്മീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞ് ഒരു കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഓക്കെ, അതേ അവൻ പ്ലേറ്റിലൊക്കെ ഇട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെമ്മീൻ വാങ്ങിച്ചത്. അവനിപ്പോൾ ഫിഷും ചിക്കനൊക്കെ കുറച്ചായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നെമ്മീൻ വാങ്ങിച്ചത്. അവന് കൊഞ്ചൊന്നും കൊടുക്കില്ല, ചിലപ്പോൾ ഫുഡ് അലർജിയൊക്കെ ഉണ്ടാക്കിയാലോ. അങ്ങനെയുള്ളൊരു ഫിഷല്ലേ കൊഞ്ച്. എനിക്കിതിൽ രണ്ടിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് നെമ്മീനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കൊഞ്ചിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടമായതും കൂടുതൽ ടേസ്റ്റ് തോന്നിയതും നെമ്മീനാണ്.
ഓ സൂപ്പർ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാതെ ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.